ജ്യോതി മൽഹോത്ര ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മൾ ഞെട്ടിയ ഒരു ചാരവനിത. അതായത് ഇന്ത്യയുടെ പല പ്രദേശങ്ങളിലും ഒരു യൂട്യൂബർ എന്ന നിലയിൽ സന്ദർശിക്കുന്നു, വീഡിയോകൾ ചിത്രീകരിക്കുന്നു. പക്ഷേ അതൊക്കെ ബോധപൂർവം ചില ഗൂഢ ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണെന്നാണ് നമ്മൾ പിന്നീട് മനസ്സിലാക്കിയത്. ഇപ്പോൾ ഈ ജ്യോതി മൽഹോത്ര കേരളത്തിൽ വന്നതുമായി ബന്ധപ്പെട്ട് ആദ്യം ആരോപണം ഉന്നയിച്ചത് BJP നേതാവ് K. സുരേന്ദ്രനാണ്. ടൂറിസം വകുപ്പിൻ്റെ ക്ഷണമനുസരിച്ചാണ് അവർ, അതായത് ടൂറിസം വകുപ്പ് മന്ത്രിയെ കൃത്യമായ ആരോപണം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നേരെ ആരോപണം തിരിഞ്ഞു കൊത്തുന്നു. വന്ദേ ഭാരത് ട്രെയിനിൻ്റെ ഉദ്ഘാടന ആ വീഡിയോയിൽ വി മുരളീധരനും K. സുരേന്ദ്രനും ഒക്കെ ആ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ അണിയറക്കഥ? എന്താണ്? സുരേന്ദ്രൻ ചിലപ്പോൾ ഈ പെണ്ണ ഏതാന്ന് തിരിഞ്ഞിട്ടുണ്ടാവില്ല. അല്ല, സുരേന്ദ്രൻ വീണ്ടും ആ ആരോപണം ഉന്നയിച്ചു. പക്ഷെ ഇപ്പോ അതിൽ ഒരു വല്ലാത്തൊരു സങ്കടം നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് കിട്ടേണ്ടതാണ്. ഈ ഒരു ആരോപണം ഒരാളെ കുറിച്ച് കേട്ടാൽ ഒന്ന് അതിന്റെ മെറിറ്റ് ആലോചിക്കണം, അന്വേഷിക്കണം. രണ്ടാമത് ഇന്നല്ലെങ്കിൽ നാളെ ഇത് എനിക്ക് നേരെയും വരാവുന്നതാണ് എന്ന് ഓർക്കണം. അപ്പൊ മുഹമ്മദ് റിയാസിനെതിരെ ആരോപണം ഉന്നയിക്കാൻ എന്തിനാണ് ഒരു ചാരവനിതയെ കൊണ്ടുവരേണ്ട കാര്യം? വേറെ എന്തെല്ലാം പറയാൻ കിടക്കുന്നു? അത് പറയേണ്ടത് വേണ്ട രീതിയിൽ ഇവർ പറയുന്നുണ്ടോ? ഈ പറയുന്ന BJP തന്നെയല്ലേ പിണറായി വിജയനെയും കുടുംബത്തെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മളത് അങ്ങനെ തന്നെ കാണണ്ടേ? അത് ചെയ്യാതെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഒന്നാമത് തിരിച്ചറിഞ്ഞില്ല അവർക്ക്. അപ്പോൾ എന്തായി, ഇപ്പോൾ കേരളത്തിന്റെ ടൂറിസം, പ്രത്യേകിച്ച് കണ്ണൂരും കോഴിക്കോടും ഒക്കെ വന്നു എന്നുള്ളതാണ് പ്രശ്നം. കൊച്ചിയിൽ വന്നു, ആലപ്പുഴയിൽ വന്നിട്ടുണ്ട്, മൂന്നാറിൽ വന്നിട്ടുണ്ട്. ഇവർ ലോകം മുഴുവൻ നടക്കുന്ന ഒരാളാണ്. ലോകം മുഴുവൻ വ്ളോഗറാണ്, ട്രാവലറാണ്, ഇൻഫ്ലുവൻസറാണ്. അതുകൊണ്ട് വൺ ഓഫ് ദി അങ്ങനെ ഉണ്ടല്ലോ, നമ്പർ 1 ഇൻ ഇന്ത്യ, അങ്ങനത്തെ ഒരാളാണ്. ഒന്നത്. രണ്ടാമത്തെ കാര്യം ഇപ്പൊ എന്തായെന്ന് വെച്ചാൽ അത് റിയാസിനെതിരെ കൊണ്ടുവന്നു. അവര് കുംഭമേള വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും എനിക്ക് തോന്നുന്നു ഇവിടുത്തെ BJP നേതാക്കന്മാർ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒന്ന് ഡീറ്റെയിൽസ് എടുത്തൂടെ? അല്ല, അവരെ പേജിൽ കയറിയാൽ കാണാൻ അറിയാൻ പറ്റുമല്ലോ. ഞാൻ പറയുന്ന ഒരു ആരോപണം, മുഹമ്മദ് റിയാസിന്റെ പേര് കിട്ടി. പാകിസ്ഥാൻ ചാരവനിതയുമായി മുഹമ്മദ് റിയാസ് എന്ന് പറയുന്നതിന് മുമ്പ് ഒന്ന് കയറി പഠിച്ചൂടേത്? ഇതില് പിന്നെ കുംഭമേളക്ക് പോയിട്ടുണ്ട്, നമ്മുടെ വന്ദേ ഭാരതിൽ വന്നിട്ടുണ്ട്. ഒന്ന്. ഇനി വേറൊരു കാര്യം, ഇതിൽ നമ്മൾ നേരത്തെ ചെയ്ത ഒരു നിലപാടെടുത്ത് ഇതൊന്നും മലയാളത്തിലെ മാധ്യമങ്ങളിൽ നമ്മളെ അത് ചെയ്തിട്ടുള്ളൂ. അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ ജ്യോതി മൽഹോത്ര, വിശാൽ യാദവ് തുടങ്ങിയപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ കാലത്ത് സംശയിക്കുന്നവരെ മുഴുവൻ അറസ്റ്റ് ചെയ്യുന്ന രീതിയുണ്ട്. അത് ന്യായമാണ് താനും. സംശയിച്ച് അറസ്റ്റ് ചെയ്തതാണ്. ഈ NIA പോലും പറഞ്ഞിട്ടില്ല ഇവര് ചാരവനിതയാണെന്ന് പറഞ്ഞിട്ടില്ല. ഇവരുടെ അക്കാലത്ത് ഇവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഇവരുടെ കയ്യിൽ നിന്ന് ഇവരുടെ ലാപ്ടോപ്പും ക്യാമറ ഇതൊക്കെ പിടിച്ചു നോക്കുമ്പോൾ അവരുടെ ഡാറ്റ നോക്കുമ്പോൾ ലോകം മുഴുവനുള്ള ഡാറ്റ ഉണ്ട്. പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ ഇവർ പോയിട്ടുണ്ട്, ചൈനയിലും പോയിട്ടുണ്ട്. ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങൾ എന്ന് പറയാൻ ഇപ്പോൾ 2 അവിടെയൊക്കെ പോയിട്ടുണ്ട്. പാകിസ്ഥാന്റെ മർമ്മപ്രധാനമായ കേന്ദ്രങ്ങളിലൊക്കെ ഇവർക്ക് പോകാൻ ആക്സസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ സംഭവം എന്താണെന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ NIA തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് യാത്രക്കിടയിൽ കിട്ടിയ ഒരു കാമുകൻ പാകിസ്ഥാൻ പൗരനുമാണ്, ഇന്ത്യയിലെ പാകിസ്ഥാൻ കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥനുമാണ്. അതെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവന്റെ നാട് എനിക്ക് കാണാം, ഓഫ് കോഴ്സ് നീ വരണം എന്ന് പറഞ്ഞ് കൊണ്ടുപോകുക. അവരൊരുമിച്ചാണ്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞാണ്, ഇപ്പൊ എന്റെ രാജ്യം, എന്റെ ഗവൺമെന്റ്, എന്റെ നാട് ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഒരു ഏജൻസി സംശയരഹിതമായി തെളിയിക്കുകയാണ് ഇവർ കുറ്റവാളിയാണ്, ചാരസ്ത്രീ തന്നെയാണ്, അകത്തിടണം, ഒരിക്കലും പുറത്തു കിടക്കാൻ പാടില്ല, ശിക്ഷിക്കണം തന്നെ എൻ്റെ അഭിപ്രായം. പക്ഷെ അത് തെളിയിക്കപ്പെടുന്നവരെ സംശയത്തിന് അറസ്റ്റ് ചെയ്തതാണ്. യുദ്ധകാലത്ത് നമ്മൾ അറസ്റ്റ് ചെയ്യുന്നതാണ്. ഈ ചെറുപ്പക്കാരെ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് ലോകം മുഴുവൻ ക്യാമറയുമായി നടന്ന് കണ്ടതൊക്കെ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു യുദ്ധം നടക്കുന്ന രാജ്യത്ത് പോയിട്ട് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര പെട്ടുപോയി എന്ന് വിചാരിച്ചു, സംശയിച്ച ആളെ അറസ്റ്റ് ചെയ്യും. അപ്പൊ അയാൾ ആരാണെന്ന് അയാളെ പ്രൊഫൈല് പഠിക്കണ്ടേ? ഞാൻ നോക്കുമ്പോൾ ഗവൺമെന്റ് തന്നെ പുറത്തുവിട്ട വിവരങ്ങൾ വെച്ച് ഇവരെ ഒന്നും മറച്ചു വെച്ചിട്ടില്ല. ഇവർ പാകിസ്ഥാനിൽ കണ്ട കാഴ്ച മുഴുവൻ ഇപ്പോഴേലുണ്ട്. വല്ല ഒളിച്ചു വെക്കാനുണ്ടെങ്കിൽ മാറ്റി വെക്കണം. മാത്രമല്ല ഈ കേസ് വന്നിട്ടും അവളെ കാമുകൻ ഉപേക്ഷിച്ചിട്ടില്ല. ജയിലിലേക്ക് കാശ് അയച്ചു കൊടുക്കുന്ന അയാളാണ്. പക്ഷേ ഹരിയാന പോലീസ് അവരുടെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഉദ്യോഗസ്ഥർ പറയുന്നത് നേരെ വിരുദ്ധമായൊരു കഥയാണല്ലോ. അതായത് പാകിസ്ഥാൻ ബോധപൂർവ്വം ഇത്തരം യൂട്യൂബർമാരെ തിരഞ്ഞെടുത്തിട്ട് ഒരു പാകിസ്ഥാൻ അനുകൂല പ്രൊപ്പഗൻഡ ഉണ്ടാക്കാൻ വേണ്ടി, കാര്യം പാകിസ്ഥാനെ കുറിച്ച് നമുക്ക് ഇന്ത്യയിൽ പ്രചരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് വാസ്തവങ്ങൾ നേരിതിന് ഘടകവിരുദ്ധമാണ്. അവിടെ വലിയ രീതിയിലുള്ള ഭീകരാക്രമണങ്ങൾ നടക്കുന്നു, വലിയ രീതിയിൽ തീവ്രവാദ കേന്ദ്രങ്ങൾക്ക് ഫണ്ടിങ് നടക്കുന്നു, വളരെ അപരിഷ്കൃതമായ ജീവിതം അവിടെയുള്ളവർ പിന്തുടരുന്നു. ഇതൊക്കെയാണ് പുറം ലോകത്തുള്ള ഒരു പാകിസ്ഥാനെ കുറിച്ചുള്ള പൊതുധാരണ. അപ്പൊ ഇത് പൊളിക്കാൻ വേണ്ടി ബോധപൂർവം ഇത്തരം യൂട്യൂബർമാരെ പണം കൊടുത്ത് സ്വാധീനിച്ചു. അതിന്റെ ഒരു മുഖ്യ കണ്ണിയാണ്
ജ്യോതി മൽഹോത്ര എന്നാണ് ഹരിയാന പോലീസ് അക്കാലത്ത് പറഞ്ഞത്. അല്ല ശരിയാണ്, ഞാൻ പറയുന്നത് ഇപ്പൊ ഹരിയാനയിൽ നിന്നാണ് ഈ പിടിക്കപ്പെട്ടത്. ഞാൻ തോന്നുന്നു ഓപ്പറേഷൻ സിന്ദൂർ കാലത്ത് 12-13 പേരെ പിടിച്ചിട്ടുണ്ട്. 12 പേരെ പിടിച്ചിട്ടുണ്ട്. അതിൽ ഭൂരിപക്ഷം ഹരിയാനക്കാരാണ്. അതിന്റെ ഒരു സാധ്യത വേണമെങ്കിൽ ഈ ചാരപ്രവൃത്തി എന്നൊക്കെ പേരിൽ പാകിസ്ഥാൻ അതിർത്തി സംസ്ഥാനമാണല്ലോ, വേണമെങ്കിൽ അവരുടെ ചെലവിൽ അവർക്ക് വേണ്ട ഇൻഫർമേഷൻ ഒക്കെ കൊണ്ടു കൊടുത്തിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് എത്തിച്ച് ജീവിക്കാൻ പറ്റിയ ആളുകൾ ആ രീതിയിൽ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ഇതിൽ ഞാൻ കണ്ട കൂട്ടത്തിൽ, ഈ പിടിച്ച കൂട്ടത്തിൽ പാകിസ്ഥാന് വേണ്ടി അതും സമർത്ഥമായിരിക്കും. പാകിസ്ഥാൻ ആ പണി ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല. പാകിസ്ഥാൻ അതിന് വേണ്ടി ഉപയോഗിക്കുന്നതിൽ മഹാഭൂരിപക്ഷം ഈ 12 പേരിൽ 9 പേരോ മറ്റോ ഹിന്ദു ചെറുപ്പക്കാരാണ്. അതെ അതെ, അതും സമർത്ഥമാണല്ലോ, വളരെ സമർത്ഥ ചെറുപ്പക്കാർ മാത്രമല്ല, അവർ പ്രത്യേകിച്ച് തൊഴിലൊന്നും ഇല്ലാതെ പണിയില്ലാതെ നടക്കുന്നവരാണ് ഇവര്. എനിക്ക് തോന്നുന്നത് ഞാനിതിൽ പറയുന്ന കാര്യം എത്രയേ ഉള്ളൂ, ഈ പറഞ്ഞൊക്കെ ശരിയായിരിക്കും. പാകിസ്ഥാന് അവരുടെ മുഖം മിനിക്കാനുള്ള അജണ്ട ഉണ്ടാവും. പിന്നെ ഇവരുടെ ഇതിൽ ഞാൻ കയറി നോക്കുമ്പോൾ അവരുടെ സൈറ്റിലൊക്കെ കൊടുത്തിട്ടുള്ളത് പാകിസ്ഥാന്റെ തിളങ്ങുന്ന മുഖമാണ്, നല്ല മുഖമാണ്. പറഞ്ഞാൽ അവിടെ അവൻ കൊണ്ടുപോയിട്ടുണ്ടാവുള്ളൂ, അതായിരിക്കും ഇതിന് കാരണം. അവൻ നല്ല അന്തരീക്ഷത്തിലേക്കല്ലേ കൊണ്ടുപോകുള്ളൂ, റൊമാൻറ്റിക് അറ്റ്മോസ്ഫിയറിൽ ആരെ കൊണ്ടുപോകും, അതൊക്കെ ആയിരിക്കും ഇതിന് കാരണം. ഞാൻ അതിനകത്ത് കാണുന്നുള്ളൂ. സോ ഫാർ നമ്മൾ ഈ ഗവൺമെന്റ് തന്നെ കിട്ടിയെന്ന് പറയുന്ന തെളിവുകൾ വെച്ചിട്ട് അതൊന്ന് ചാരപ്പണിയുടെ തെളിവ്, ഒരു പ്രണയിനിയുടെ തെളിവാണ്, ചാരസുന്ദരിയുടെ തെളിവല്ല. ഞാൻ പറയുന്നത് പ്രണയത്തിന്റെ ആനുകൂല്യം കൊടുക്കണം, ഏത് ജാതിക്കാരിയായാലും ഏത് മതക്കാരിയായാലും ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് നമ്മളത് പറഞ്ഞിരുന്നു, നമ്മൾ മാത്രമേ പറഞ്ഞിട്ടുള്ളത്, നമ്മളിപ്പോഴും പറയുന്നു, അപ്പോഴും നമ്മൾ ആവർത്തിക്കുന്നു. ഇവർ കുറ്റവാളിയാണെന്ന് തെളിഞ്ഞാൽ നമുക്ക് വേറൊന്നും പറയാനില്ല, ഗവൺമെന്റ് തന്നെ പറയേണ്ടത്, NIA തന്നെയാണ് പറയേണ്ടത്. ആവശ്യത്തൊക്കെ കൂടിയ പണിഷ്മെന്റ് കൊടുക്കണം, അതിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ രാഷ്ട്രീയക്കാർ കുറച്ചുകൂടി ജാഗ്രത നല്ലതാണ്. ഈ പറഞ്ഞ ഏത് കാലത്താണ് ഈ വന്നതൊന്നും ചാരപ്പണിക്ക് പിടിച്ചതിന് ശേഷമല്ലല്ലോ, അല്ല. പിന്നെ എങ്ങനെ ഇവര് പറയും ചാരവനിതയെ മുഹമ്മദ് റിയാസ് കൊണ്ടുവന്നത് എങ്ങനെ പറയും? ചാരവനിതയെ വന്ദേ ഭാരതിൽ കൊണ്ടുവന്നു. 6ാം ഇന്ദ്രിയം കൊണ്ട് കണ്ടെത്തണമായിരുന്നു. രാഷ്ട്രീയക്കാരുടെ പിറ്റിയാണ് അവർ തോന്നുക പൊതുവെ. നമ്മൾ ചാരവനിതയല്ല, ചാരസുന്ദരിയാണ്. ചാരസുന്ദരി ആ പദം പോലും വളരെ ശ്രദ്ധിക്കുക. കഷ്ടമാണ് കാര്യം. എന്തായാലും വരട്ടെ. ഞാൻ പറയുന്നത് ഈ ജ്യോതി മൽഹോത്ര ഇതുകൊണ്ട് ഇനിയിപ്പോൾ അവര് ശിക്ഷിക്കപ്പെട്ടാൽ പോലും ജ്യോതി മൽഹോത്ര വലിയ തോതിൽ കേരളത്തിലെ ഒരു സാധാരണക്കാരന് പോലും പരിചയമില്ലാത്ത ഒരാളായിരുന്നല്ലോ, അറിയപ്പെടാത്ത ഒരാളായിരുന്നു. അവർ ഭയങ്കരമായിട്ട് മാർക്കറ്റ് ചെയ്യപ്പെട്ടു. ഇപ്പൊ ഓൾറെഡി നല്ല വ്യൂസ് ആണ് അവരുടെ പേജിൽ, ഭയങ്കര വ്യൂവർഷിപ്പ്. എത്ര പേരാണ്. അല്ല പക്ഷേ ഇതിന് മറ്റൊരു സാധ്യതയില്ല. അതായത് അവരിപ്പോ അവരുടെ യൂട്യൂബ് ചാനലിലൂടെ പബ്ലിഷ് ചെയ്ത ദൃശ്യങ്ങളും മറ്റു വിവരങ്ങളുമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇതല്ലാണ്ട് അവർ ബോധപൂർവം ചിത്രീകരിച്ച മറ്റു ദൃശ്യങ്ങൾ ഉണ്ടാകുമല്ലോ, അത് രഹസ്യമായിട്ട് പാകിസ്ഥാനിലേക്ക് കടത്തിയിട്ടുണ്ടെങ്കിലോ? ഉണ്ടാവാം, ഞാനൊന്നും നിഷേധിക്കുന്നില്ല. ഒന്നും നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ്. ഇനി ഉണ്ടെങ്കിൽ ഞാൻ അതിൽ പറയുന്നത്രേ ഉള്ളൂ, പാകിസ്ഥാനുമായി സ്വകാര്യമായി എന്തെങ്കിലും ഇടപാടുണ്ടെങ്കിൽ പാകിസ്ഥാനിൽ പോയ ചിത്രം തന്നെ കൊടുക്കൂലെന്നേ, നീക്കി വെക്കൂലേ, ഒരു ഡിലീറ്റ് ചെയ്യൂലേ, അവരൊന്നും ഒളിച്ച് കളിക്കുന്നില്ല. മാത്രമല്ല ഇവന്റെ കൂടെ ആടിയും കുഴഞ്ഞു കണ്ടു നോക്കിയ സൈറ്റിൽ അവർ ഭീകരമാണ്. ഞാൻ നോക്കാറുണ്ട് നോക്കിയിട്ടുണ്ട്. വെച്ച് കള്ളൻ. അപ്പൊ എന്തായാലും ഞാൻ പറയുന്നത് ഏത് മനുഷ്യന് കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ആനുകൂല്യം, നമ്മുടെയൊക്കെ മക്കളായാലും കൊടുക്കേണ്ട ആനുകൂല്യമാണ്. ഒരാളെ പ്രണയിച്ചു പോയി എന്നതിന്റെ പേരിൽ വേണമെങ്കിൽ സോഷ്യൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പറയാന്നല്ലാതെ അതിന്റെ പേരിൽ രാജ്യദ്രോഹിയാക്കുക, ചാരപ്പണി നടത്തി എന്നൊക്കെ പറയുന്നത് പിന്നെ നമുക്ക് അനങ്ങിയാൽ പറയാവുന്ന ഒരു പണിയാണ്, ഏർപ്പാടാണ്. എവിടെയെങ്കിലും ഒരു പെണ്ണിനെ കണ്ടാൽ ഒരു പോലീസുകാരന് ഏതെങ്കിലും പെണ്ണിനോട് ഒന്ന് പൂതി തോന്നിയിട്ട് അവള് വഴങ്ങിയില്ലെങ്കിൽ പിന്നെ കൊടുക്കാവുന്ന കേസാണ്. അതിന്റെ ചരിത്രം ഉണ്ടല്ലോ, വിഖ്യാതമായ ചരിത്രമുണ്ട് മലയാളിക്ക്. അപ്പൊ ആ മാതിരി ഏർപ്പാടൊക്കെ നമ്മൾ കുറച്ചുകൂടി സംയമനത്തോടെയും ഒരു എന്താ പറയാ അവധാനതയോടെയൊക്കെ നീങ്ങിയാൽ നല്ലതാണ്. അത് രാഷ്ട്രീയക്കാർക്ക് ഒരു പാടാവട്ടെ എന്നേ ഞാൻ പറയുന്നു.